സാറിൻ്റെ മരണം കുറിക്കപ്പെട്ട ജാതകം. അലക്സാണ്ടർ ജേക്കബ് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതിയിൽ മരിക്കും എന്ന് 2 ജാതകങ്ങളെ കുറിച്ച് എന്നോട് ആ കഥയൊന്ന് പറഞ്ഞു തരാം. ഞാൻ ചുമ്മാ എടുത്ത് മറിച്ച് നോക്കിയപ്പം 2007 മാർച്ച് 31 ശേഷം ശുഭം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മറ്റേ ജാതകം തപ്പിയെടുത്തു. അത് നോക്കിയപ്പം 2007 മാർച്ച് 30 ശേഷം അന്യത്ര ചിന്തയിൽ. സ്കൂളിൽ പഠിക്കുന്ന മോൾക്കൊരു സെൻറ്റ്, ഞാനതെടുത്ത് പുഷ്പുഷ്പൻ 2 അടി അടിച്ചു. ഭാര്യ ഇതെന്ത് സെൻറ്റ് അടിക്കുന്നത്, ചത്തോടുന്നാലും നാറാൻ പാടില്ല, മാമൊക്കെ വേണ്ടേ. അങ്ങനെ മരണം എക്സ്പെക്ട് ചെയ്തിട്ട് കയറി കിടന്ന് ഉറങ്ങി. ഈ മരണഭയം ഏൽപ്പിക്കുന്ന ഒരു മാനസിക ആഘാതമുണ്ട്. അതോടൊപ്പം 7 മണിയായപ്പോൾ ഞാൻ ഉണർന്നു. ഞാൻ പെട്ടെന്ന് കൈ തപ്പി നോക്കും, ജീവനുണ്ടോ, സ്വർഗത്തിലാണോ ഭൂമിയിലാണോ. അങ്ങനൊരു ജാതകം എഴുതി തന്നിട്ട് മാർച്ച് 30 ഞാൻ മരിക്കണം, പക്ഷെ മരിച്ചിട്ടില്ല. പുള്ളി എൻ്റെ കയ്യിൽ ജാതകം വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് റീകാൽക്കുലേറ്റ് ചെയ്തു. എന്നോടൊന്നും സാറേ എനിക്ക് തെറ്റിയിട്ടില്ല. സാറിൻ്റെ അമ്മ സാറിന് സമയം പറഞ്ഞപ്പോൾ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ആലപ്പുഴ ജാതകം എഴുതിയ ആളുടെ അവിടെ കയറി. നിങ്ങളിങ്ങനെ പ്രവചിച്ചിട്ടില്ലോ, ഞാൻ മരിച്ചിട്ടില്ല, എന്താ സിറ്റുവേഷൻ ചോദിച്ചു. അങ്ങനെ ഇതുപോലെ സമയം എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, സാറേ എനിക്ക് തെറ്റിയിട്ടില്ല, ഇതാണ് സമയമെങ്കിൽ സാറ് മരിച്ചേ പറ്റൂ. സാറ് നേരത്തെ പറഞ്ഞ കഥകളിൽ സാറിൻ്റെ മരണം കുറിക്കപ്പെട്ട ജാതകം. അലക്സാണ്ടർ ജേക്കബ് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതിയിൽ മരിക്കും എന്ന് 2 ജാതകങ്ങളെ കുറിച്ച് എന്നോട് ആ കഥയൊന്ന് പറഞ്ഞു തരാം. അതായത് ഞാൻ ഈ സർവീസിലേക്ക് കയറി കഴിഞ്ഞപ്പം എൻ്റെ ജാതകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ KP 2nd ബറ്റാലിയൻ്റെ കമാൻഡായി പാലക്കാട്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു കമാൻഡായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇവിടെ ഒരു ഭയങ്കര ജോലിസ്യനുണ്ട്, അപാര ജാതകമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അദ്ദേഹം എല്ലാം നോക്കിയിട്ട് ജാതകം എഴുതാമെന്ന് പറഞ്ഞു. 2 ദിവസം എഴുതി തരാമെന്ന് പറഞ്ഞു. 2 ദിവസം എഴുതി തന്നു. അത് കഴിഞ്ഞപ്പോൾ എഴുതി തന്നു. ഞാൻ ജാതകം വാങ്ങിച്ചു, നേരെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഞാനിത് വായിക്കാനൊന്നും പോയില്ല, ജാതകമല്ലേ, കുറച്ച് കാലം കഴിഞ്ഞ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എറണാകുളം കമ്മീഷനായിട്ടിരിക്കുമ്പം ആലപ്പുഴ ഒരു ജാതകക്കാരനുണ്ട്, അപാര ജാതകം വന്നു. അപ്പോൾ എൻ്റെ DVSP ആ സ്ഥലത്തുള്ള ഞാൻ ജനന സമയം കൊടുത്തു വിട്ടപ്പോൾ അയാളൊരു ജാതകം എഴുതി തന്നു. അപ്പം ഞാൻ ഇതെല്ലാം കൊണ്ട് എൻ്റെ ഷെൽഫിൽ വെച്ചപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്തൊന്നും എഴുതിച്ചല്ല, ചുമ്മാ പരിണിതപ്രജ്ഞന ഒരാൾ എഴുതുന്നതായിട്ട് അയാളുടെ അറിവിന് വേണ്ടി എഴുതിയതാണ്. ഞാനിത് കൊണ്ടുവന്ന് എൻ്റെ ഷെൽഫിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ അക്കാഡമി ഡയറക്ടറായിട്ടിരിക്കുകയാണ്. ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ 2006 ഞാൻ എൻ്റെ ബുക്ക് ഷെൽഫിൽ നിന്നൊരു പുസ്തകം ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജാതകം ഭാഗം ഞാൻ ചുമ്മാ എടുത്ത് മറിച്ച് നോക്കിയപ്പം 2007 മാർച്ച് 31 ശേഷം ശുഭം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മറ്റേ ജാതകം തപ്പിയെടുത്തു. അത് നോക്കിയപ്പം 2007 മാർച്ച് 30 ശേഷം അന്യത്ര ചിന്തയിൽ. അപ്പം എനിക്ക് മനസ്സിലായി സംഭവം പോക്ക് തന്നെ, ഡേറ്റ് എത്തി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പരിഹാരങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കി. ഒരാൾക്ക് അപകടം ഉണ്ടാവാനായിട്ട് ഒന്നുകിൽ പൂർവ്വജന്മത്തിലെ ശാപം ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കൊലപാതകമോ ബലാത്സംഗമോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ ശാപം വരാം. നമ്മുടെ കർമ്മഫലം കൊണ്ടുള്ള ജാതകം വരാം. പിന്നെ ജാതകദോഷം ഉണ്ടാവാം. പിന്നെ നമ്മുടെ വാസ്തുവിൻ്റെ പ്രശ്നം കൊണ്ടും ഉണ്ടാവാം, താമസിക്കുന്ന വീടിൻ്റെ പ്രശ്നം കൊണ്ടും ഉണ്ടാവാം. അന്ന് ഇതിൻ്റെ പരിഹാരങ്ങളൊന്നും സാധാരണ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ടൊരു പുസ്തകം ഇപ്പോൾ എഴുതപ്പെട്ടു. പരിഹാര ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു മാനേജിംഗ് ഡയറക്ടർ റിട്ടയർ ചെയ്ത ഒരാളൊരു പുസ്തകം എഴുതി. ഞാൻ തന്നെ അവതാരം എഴുതിയിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിൽ ഒരു 96 ക്ഷേത്രങ്ങൾ. പൂർവ്വജന്മഭാവത്തിനവിടെ പോകണം, പൂർവികർ ഭാവത്തിനവിടെ പോകണം. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അന്ന് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, രാമേശ്വരത്ത് പോയാൽ അവിടെ 22 കിണറുണ്ട്. അപ്പോൾ ഓരോ കിണറ്റിൽ നിന്ന് 3 തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ച് 66 തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ച ശേഷം അപ്പോൾ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബംഗാൾ ഇറങ്ങി കുളിച്ച ശേഷം തിരിച്ചു വന്ന് നമ്മുടെ വസ്ത്രം മുഴുവൻ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. ഉടുത്തിരിക്കുന്ന വസ്ത്രം ദാനം ചെയ്യണം. ആ ഈറനണിഞ്ഞ വസ്ത്രം ദാനം ശേഷം പുതിയ വസ്ത്രം നമ്മൾ കൊണ്ടുപോകും. അതിട്ടുകൊണ്ട് നമ്മളിഞ്ഞ് പോരും. പോയി കഴിഞ്ഞാൽ പൂർവ്വജനും പാവവും തീരും, പൂർവികരുടെ പാവവും തീരും,
നമ്മുടെ കർമ്മഭാവം 3 കൊണ്ടുള്ള ദോഷം തീർന്നു വരും. ജാതദോഷം തീരത്തില്ല, നമ്മുടെ വാസ്തുദോഷം വേറെ രീതിയിൽ തീർത്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതിനും ചെല്ലാൻ പറഞ്ഞ ഭാര്യ ഭയങ്കര ക്രിസ്തീയ വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, APJ അബ്ദുൽ കലാമിൻ്റെ വീട് നമുക്കൊന്ന് കണ്ടളയാം. അപ്പോൾ തന്നെയല്ല, പാമ്പൻ പാലം കയറി അപ്പുറത്തിറങ്ങാം. അപ്പോൾ അത് രണ്ടും വൈഫിനുള്ളൊരു ഇൻട്രസ്റ്റൽ ഐറ്റമാണ്. കടലിൻ്റെ മേളിൽ കൂടെ 24 കിലോമീറ്റർ പാമ്പൻ പാലം കയറി ഇറങ്ങാം. ധനുഷ്കോടിയുണ്ട്. ധനുഷ്കോണം. പിന്നെ APJ അബ്ദുൽ കലാമിൻ്റെ വീട് കാണാം. APJ അബ്ദുൽ കലാമിനെ പറ്റി ഭയങ്കര ആരാധന. അപ്പോൾ എൻ്റെ പ്രസിഡന്റ് മെഡൽ ഒപ്പിട്ടിരിക്കുന്ന APJ അബ്ദുൽ കലാം. അപ്പോൾ അതോടെ കൂടി ഭയങ്കര ആരാധന. ഞങ്ങൾ അടിച്ചുവിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഞാനൊരു സംസ്കൃത പണ്ഡിതനെ ഇടപാട് ചെയ്തു, ഒരു ടീച്ചറിന്. ഞാൻ പറഞ്ഞ ഇത് മന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേറ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചൊല്ലുന്ന ഈ പൂജാരിക്ക് അത്രയും അർത്ഥമെന്ന് പറഞ്ഞാൽ അയാൾ ചൊല്ലുന്നത്, അയാളിങ്ങനെ ബ്ലൈൻഡായിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചെന്നു ഓരോ കിണറ്റിൽ നിന്ന് 300 വെള്ളത്തലയിൽ ഒഴിച്ചു, മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എനിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. 66 മന്ത്രം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ ഏത് പാവവും പോയി കിട്ടും, അതുപോലത്തെ മന്ത്രമാണ്. അത് കഴിഞ്ഞ് പേപ്പം കളറിങ് കുളിച്ചു, വസ്ത്രമൊക്കെ മാറി തിരിച്ചിഞ്ഞ് പോന്നു. അപ്പോൾ ഇതൊരു ആചാരമാണെന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്, ഇതൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. മാർച്ച് 30 ആയപ്പം 2 ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ളൂ. ഞാൻ രാവിലെ പള്ളിയിൽ പോയി ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. വൈകിട്ട് തിരിച്ച് ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 9:30 ആയപ്പോഴേ വീണ്ടും പള്ളിയിൽ പോയി പള്ളി അടയ്ക്കുന്നതിന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ 30 രാവിലെ പള്ളിയിൽ പോയി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിരപ്പാവണം, എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിരപ്പാവണം. ഒരാത്മകഥ പോലെ പറഞ്ഞു, ചെയ്ത ശരിയും തെറ്റുമൊക്കെ പറഞ്ഞു, മാപ്പൊക്കെ അപേക്ഷിച്ചു. സന്ധ്യയ്ക്ക് വീണ്ടും പള്ളിയിൽ പോയി പ്രാർത്ഥന തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ പാൻറ്റും ഷർട്ടും നല്ലൊരു പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ട് ഭാര്യ വെച്ച് രാത്രി കിടന്നുറങ്ങാൻ എന്തിനാണ് ഈ പാൻറ്റും ഷർട്ടും? ഭാര്യയോട് പറയാൻ പറ്റുമോ? രാത്രി ലാസ്റ്റ് ഡേ ആണെന്ന് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് ഞാൻ സാറിന് പൗഡർ ഇടത്തില്ല. അപ്പം അന്ന് പൗഡറൊക്കെ കിട്ടിയാൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഓഫീസിൽ പോകുമ്പോഴും പൗഡർ ഇടാത്ത മനുഷ്യൻ എന്തിനാണ് പൗഡർ ഇടുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും സെൻറ്റ് അടിക്കത്തില്ല. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മോൾക്കൊരു സെൻറ്റ് ഞാനതെടുത്ത് പുഷ്പുഷനുണ്ട് അടി അടിച്ച്. ഭാര്യ ചോദിച്ചു, ഇതെന്താ സെൻറ്റ് അടിക്കുന്നത്? ചത്തോടുന്നാലും നാറാൻ പാടില്ല, മാമൊക്കെ വേണ്ടേ. അങ്ങനെ മരണം എക്സ്പെക്ട് ചെയ്തിട്ട് കയറി കിടന്ന് ഉറങ്ങി. നേരം വെളുത്തൊരു 7:30 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങാൻ പറ്റിയോ? സ്വപ്നേരം ഇങ്ങനെ ഉറങ്ങാതെ കിടന്നിട്ട് പിന്നെ അങ്ങ് ഉറങ്ങി. അപ്പോൾ ഈ മരണഭയം ഏൽപ്പിക്കുന്ന ഒരു മാനസിക ആഘാതമുണ്ട്. അതോടൊപ്പം കുറച്ച് നേരം ഉറങ്ങാതെ തന്നെ ഉറങ്ങി. 7:30 മണിയായപ്പോൾ ഞാൻ ഉണർന്നു. ഞാൻ പെട്ടെന്ന് കൈ തപ്പി നോക്കും, ജീവനുണ്ടോ, സ്വർഗത്തിലാണോ ഭൂമിയിലാണോ നരകത്തിലാണോ എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ സർപ്രൈസ്ഡായിപ്പോയി. കാര്യം രണ്ട് ജാതകം ഒരേ സമയം തെറ്റുക. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നേരെ പാലക്കാട് പോയി പണിക്കരെ കണ്ടു. നമ്മൾ പണിക്കരെ അങ്ങൊരു ജാതകം എഴുതി തന്നിട്ട് മാർച്ച് 30 ഞാൻ മരിക്കണം, പക്ഷേ മരിച്ചിട്ടില്ല. പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് ജാതകം വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് റീകാൽക്കുലേറ്റ് ചെയ്തു. എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് തെറ്റിയിട്ടില്ല. അപ്പോൾ സാറിൻ്റെ അമ്മ സാറിന് സമയം പറഞ്ഞപ്പോൾ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഈ ജാതകം എന്ന് പറഞ്ഞാൽ ജാതം തല പുറത്തേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ തല പുറത്തേക്ക് ചിലർ ഈ മുഴുവൻ കുട്ടി പുറത്ത് വന്ന് കരച്ചിലെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് സമയം കുറിക്കുന്നത്. ഉദ്ദേശമായി സമയം കുറിക്കും. അത് പറ്റത്തില്ല, 10 മിനിറ്റ് ചിലപ്പം ജാതകം മാറിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ സമയം ചിലപ്പോൾ തെറ്റായിപ്പോയി കാണും. ഇല്ലെങ്കിൽ പ്രസവത്തോടൊപ്പിച്ച് അമ്മയ്ക്ക് ബോധം നഷ്ടപ്പെടുകയും പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോധം വരികയും ചെയ്യുന്ന കേസുകളുണ്ട്. അതായിരിക്കാം. അല്ലെങ്കിൽ സാർ ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ ആ പുണ്യപ്രവൃത്തികൾ കാരണം ഈശ്വരൻ ചിലപ്പോൾ സമയം നീട്ടിത്തരും. അങ്ങനെ പറ്റിയതും ആവാം, എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തിന് പോവുക. അപ്പോൾ ഞാൻ നേരെ ആലപ്പുഴ ജാതകം എഴുതിയ ആളുടെ അവിടെ കയറി. നിങ്ങളിങ്ങനെ പ്രവചിച്ചില്ലല്ലോ, ഞാൻ മരിച്ചിട്ടില്ല, എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു. അങ്ങനെ ഇതുപോലെ സമയം എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, സാറേ എനിക്ക് തെറ്റിയിട്ടില്ല, ഇതാണ് സമയമെങ്കിൽ സാറ് മരിച്ചേ പറ്റൂ. പിന്നെ സാറിൻ്റെ അമ്മ പറഞ്ഞ സമയം ചിലപ്പോൾ തെറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ സാർ ചെയ്ത പുണ്യപ്രവർത്തനം ദൈവം ആയുസ് നീട്ടി തന്നതായിരിക്കും. ബി ആർ നോട്ട് റെസ്പോൺസിബിൾ. എന്തായാലും ശരി, അത് കഴിഞ്ഞ് 19 വർഷമായി. ഐ എം സ്റ്റിൽ അലൈവ്. മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ജാതകം എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇപ്പം എനിക്ക് നേരിട്ട ആ പ്രശ്നം ഇപ്പോഴില്ല. ഇപ്പം ഈ പരിഹാര ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളിന് അവൻ്റെ പ്രശ്നത്തിലുള്ള പരിഹാരം അവിടെ ചെല്ലണം, തീർക്കണമെന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റും.
ജാതകദോഷമാണ് ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കണ്ടെത്താൻ പറ്റും. പിന്നെ വാസ്തുദോഷമാണ്. കറക്റ്റ് ചെയ്യാൻ പറ്റും. വാസ്തുദോഷമാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കെട്ടിടത്തിൽ വളരെ ചില കാര്യങ്ങൾ ചെയ്താൽ ഇത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ പലരും ജാതകം കേട്ട് ഭയപ്പെടും. പക്ഷേ ഈ ജാതകം കാരണം ഒരുപാട് പേര് രക്ഷപ്പെടുന്നുണ്ട്. ചിലർ ജാതക ദോഷം കൊണ്ടായിരിക്കാം ഭയങ്കര ദാരിദ്ര്യം, വാസ്തു പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഇതൊക്കെ ഇങ്ങനെ വണ്ടടിക്കും. അപ്പോഴായിരിക്കും അവിടെ ജാതകക്കാരൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ ജാതകക്കാർ ചിലർ ആത്മഹത്യയുടെ വക്കീലാവും. അപ്പോഴായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ജാതകക്കാരൻ നോക്കിയിട്ട് പറയും, ഇപ്പോൾ ശനി ദശയുടെ അപഹാരമാണ്, ഇപ്പോൾ രാഹു ദശയുടെ അപഹാരമാണ്, പക്ഷേ ഇനി ഒരു 8 മാസം കഴിയുമ്പം അപഹാരം തീരും, നിങ്ങളുടെ പ്രശ്നം പരിഹൃതമാവും. അതോടെ ആത്മഹത്യയുടെ വക്കിലെത്തിയ മനുഷ്യൻ ആത്മഹത്യ നിർത്തി വെക്കും, തിരിച്ചു വരും. കാരണം രക്ഷയുടെ മാർഗം സ്കോപ്പ് ഉണ്ടെന്ന് പറയും. ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടും. ഇതൊരു രസകരമായ രീതിയിലുള്ള ടേണിംഗ് പോയിൻ്റാണ് ജാതകം കൊണ്ടുള്ള രക്ഷ. അപ്പോൾ ആത്മഹത്യയുടെ വക്കിലായിരിക്കും ആൾ നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ഈ ജ്യോതിഷിയെ കാണാൻ പോകുന്നത്. ജ്യോതിഷിയെ നോക്കിയിട്ട് പറയും 5-6 മാസത്തേക്ക് വലിയ പ്രശ്നമാണ്, പക്ഷെ അത് കഴിയുമ്പോൾ അങ്ങനെ ജാതകം തെളിയാൻ പോവാണ്, ഐശ്വര്യം വരാൻ പോകാമെന്ന് പറയും. അപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ ഈ മനുഷ്യൻ രക്ഷപ്പെടുകയാണ് ഈ ഒരൊറ്റ കേസിൽ. അപ്പോൾ ഇതൊരു അത്ഭുതകരമായി ജ്യോതിഷം പലപ്പോഴും ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ജാതകം വെച്ച് തെളിയിച്ചൊരു കേസാണ്. അത് ഇരിട്ടിയിലെ ബാങ്ക് റോബറിയാണ്. മുമ്പ് അവാക്കനോട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഗ്രാമീണ ബാങ്കിൽ ഒരു മോഷണം നടക്കുകയാണ്. മോഷണം നടക്കുമ്പോൾ ഒരു തുമ്പുമില്ല, 3-4 ദിവസത്തേക്ക് ഒരു തുമ്പുമില്ല. അപ്പോൾ ഒരു നാട്ടിലെ സ്വർണം മുഴുവൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പയ്യന്നൂരിലെ ജ്യോതിഷ ചക്രവർത്തി എന്ന് ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞ് ഈ മോഷ്ടാവിൻ്റെ ജാതകം കിട്ടിയതിന് തെളിയിക്കാൻ എളുപ്പമായിരുന്നു, പക്ഷേ അതില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ബാങ്ക് മാനേജറുടെ ജാതകം ഒന്ന് തരാൻ പറഞ്ഞു. ഒരുപാട് പൈസ പോയ കേസാണോ? ഒരു നാട്ടിലെ സ്ത്രീകളുടെ മുഴുവൻ സ്വർണ്ണം ഗ്രാമീണ ബാങ്ക് വെച്ചിരിക്കുകയല്ലേ. ആ സ്വർണ്ണം പോയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ വയറ്റിപ്പാടല്ലേ. സാറിന് കണ്ണൂർ SP? ഞാൻ കണ്ണൂർ SP. അപ്പോൾ ബാങ്ക് മാനേജറുടെ ജനനസമയവും സ്ഥലവും ഒക്കെ അറിയിച്ചു. CA വിളിച്ച് വന്നിട്ട് അറിയിച്ചു. ഇദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, അങ്ങ് തമിഴ്നാട്ടിലും കർണാടകത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല, കള്ള കപ്പലിൽ തന്നെയാണ്, അവിടുത്തെ ഒരു സ്റ്റാഫാണ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ആ ബാങ്കിൽ നിന്നൊരു ഇറങ്ങി വടക്കോട്ട് കാണുന്നൊരു വഴിയുണ്ട്. ആ വഴി ഒരു 4 കിലോമീറ്റർ വരുമ്പോൾ 4 മരങ്ങളുടെ നടുക്കൊരു ജലാശയമുണ്ട്, അതിനകത്ത് ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാഞ്ഞ് ഇവിടെ വന്നിട്ട് ഇത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഇറങ്ങി ബാങ്ക് മാനേജരെ കൂട്ടി DYSP കൂട്ടി ഞങ്ങൾ വടക്കോട്ട് ഇങ്ങനെ വിട്ടു വരികയാണ്. വിട്ടു വരുമ്പോൾ ഒരു പൊട്ടക്കിണർ കാണാം. അതിൻ്റെ 4 സൈഡിലും 4 കൊന്നത്തെ കണ്ടു. നമ്മൾ ജലാശയവും 4 മരവും ഒത്തല്ലോ. വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി വെള്ളം മുമ്പ് ഇത് പുറത്ത് കളഞ്ഞപ്പോൾ സാധനം പൊങ്ങി വന്നു. ഈ നമ്മുടെ സ്വർണം വെച്ചിരുന്ന പെട്ടിയുണ്ടോ, ലോക്കർ വെള്ളത്തിൽ കിടക്കുന്നു. അപ്പോൾ ഇവരിത് പൊട്ടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. വെളുപ്പിന് 5 മണി വരെ നോക്കി. പിന്നെ ലോക്കറങ്ങ് ഇളക്കി എടുത്തവർ വണ്ടി എടുത്ത് പോവുക. അപ്പോൾ നേരം വിളക്കാറായപ്പോഴത്തേനും ഇവർക്ക് പേടിയായി, വല്ലവരും പിടിച്ചു നിർത്തി പിടിച്ചാലോ. അപ്പോൾ ഒരു വണ്ടി നിർത്തിയിട്ട് ഈ പൊട്ടക്കണ്ടി ഇട്ടിരിക്കുകയാണ്. കേസന്വേഷണം കഴിഞ്ഞ് എല്ലാവരും തീർന്നു കഴിയുമ്പോൾ ഇത് പൊക്കെടുത്തിട്ട് പോകാനാണ്. അങ്ങനെ ഇത് കൊണ്ടുവന്ന് അതിനകത്ത് സ്വർണ്ണമൊക്കെ എടുത്ത് മിക്ക സ്ത്രീകളുടെയും സ്വർണ്ണം തിരിച്ചു കിട്ടി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇയാൾ എന്തൊരു SP-യാ, ഇയാൾ ജ്യോതിഷിയെ പോയി കണ്ടിട്ട് കേസ് തെളിയിക്കുന്നു. മനസ്സിലാകുന്നുണ്ട്. ഫോറൻസിക് സയൻസിൽ ഇല്ലാത്തൊരു ശാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അൺകൺവെൻഷണൽ ടെക്നിക്കാണ്, അൺകൺവെൻഷനലാണ്. പക്ഷേ നമ്മൾ ആ കൺവെൻഷണൽ ടെക്നിക്ക് ഉപയോഗിച്ചാലും നമുക്ക് ആവശ്യം എന്താണ്, ജനങ്ങൾക്ക് നീതി കൊടുക്കുക എന്നുള്ളതല്ലേ. നമുക്ക് 20 മുതൽ തിരിച്ചു കിട്ടി. 20 മുതൽ തിരിച്ചു കിട്ടി. അപ്പോൾ ഇതൊരു നമ്മൾ അൺസയൻറ്റിഫിക്കായിട്ട് പോകുന്നെങ്കിലും ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടി. കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കള്ളനെ കിട്ടി. ബാങ്കിലെ ക്ലർക്കിനെ പിടിച്ചു. അവൻ സഹായിക്കാൻ വന്ന കള്ളനെ പിടികൂടി. അവൻ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു വരുത്തിയാണ് ചെയ്തത്. അവനെ അറസ്റ്റ് ചെയ്തു. അതെങ്ങനെ പറഞ്ഞല്ലോ, ജോത്സ്യം പറഞ്ഞു ബാങ്കിലെ ജീവനക്കാരൻ. ബാങ്കിലൊരു ജീവനക്കാരൻ. ബാങ്കിലാകെ 5 സ്റ്റാഫേ ഉള്ളൂ. അവർ 2 പേര് സ്ത്രീകളാ. അപ്പോൾ സ്ത്രീകളെ ഒഴിവാക്കി. സ്ത്രീകൾ ചെയ്യാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായി. രാത്രി വന്നിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സ്ത്രീക്ക് പറ്റിയാൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണ്ടേ. അപ്പോൾ ഈ പുരുഷന്മാരെ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ പുരുഷന്മാരിൽ ആരാണ് രാത്രിയിൽ വീട്ടിൽ ചെല്ലാഞ്ഞത് എന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഇവിടെ രാത്രി ഒരു ഓവർവർക്കുണ്ടെന്ന് പറഞ്ഞ ഒരുത്തൻ വീട്ടിൽ ചെന്നിട്ടില്ല.
അപ്പോൾ അവനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ സംഗതി തെളിഞ്ഞു. അപ്പോൾ ഇത് ജ്യോതിഷത്തിലൂടെ നമ്മൾ ചിലപ്പോൾ നോർമൽ ഫോറൻസിക് സയൻസ് പരാജയപ്പെടുമ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. ഓക്കെ. അക്കൂട്ടത്തിൽ ഈ ബാങ്ക് റോബറി വലിയ അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം അൺസയൻറ്റിഫിക് ആയിട്ട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ അല്ലല്ലോ പോലീസ് കേസ് അന്വേഷിക്കേണ്ടെന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മൾ പിന്നീട് ഇതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടത് അപ്പോൾ ഇതൊന്നും കേസ് ഡയറി എഴുതാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ചല്ലേ കേസ് ഡയറി എഴുതാൻ പറ്റും. അപ്പോൾ ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ള ആക്ടുകളിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ഒരു സാധനമാണ് ഈ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ 1871 സർ ജെയിംസ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ആക്ട് എഴുതി ഉണ്ടാക്കിയത്. കഴിഞ്ഞ 160 വർഷമായിട്ട് അതിനകത്ത് ആകെ 3 അമെൻമെൻറ്റേ ഉണ്ടായിട്ടുള്ളൂ. 3 അമെൻമെൻറ്റ്. 2 അമെൻഡ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പഴയപടി പോയി. ഇപ്പോൾ പിന്നെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഒരു ഇന്ത്യൻ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയിട്ടു. പേര് മാറ്റിയെങ്കിലും എൻ്റെ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, നോ ഡിഫറൻസ്. BNS. അപ്പോൾ അങ്ങനെ എവിഡൻസ് ആക്ട് അനുസരിച്ച് കേസ് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഫാക്ടർ പറയാതെ നമ്മൾ സയൻറ്റിഫിക്കലി കേസ് അന്വേഷിക്കും. കേസ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ കിടന്നെടുത്ത് വന്നപ്പോൾ അതിൻ്റെ ലോക്കറിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഊരി ഉണക്ക് കിടക്കുന്ന കണ്ടു. അപ്പോൾ അതുകൊണ്ട് കിണറ്റിലിറങ്ങി പരിശോധിച്ചു, അതിനകത്ത് കിട്ടി എന്ന് പറഞ്ഞ് കേസ് തിരിക്കും. നമ്മൾ ഇച്ചിരി അസത്യം എഴുതിയിട്ടുണ്ട് എങ്കിൽ അത്രയും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ആ കേസ് ആ രീതിയിൽ അന്വേഷിക്കാം. അപ്പോൾ ചിലർ പറയും ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലാകുന്നുണ്ട് എന്ന് പറയും. പക്ഷെ നമ്മൾ ആ കേസ് ആ രീതിയിൽ അന്വേഷിക്കാതെ ആ കേസ് തെളിയിക്കാനും പറ്റിയല്ല, മനസ്സിലാകുന്നുണ്ട്. ഈ ഏതെങ്കിലും ഈ കൊല്ലപ്പെട്ട ഒരു കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട ആൾ, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, അവരുടെ ആത്മാവ് വന്ന് ഈ വിളിച്ചു വരുത്തുന്ന മാർഗ്ഗങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് വന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ച എക്സ്പീരിയൻസ് വല്ലതും ജീവിതത്തിലുണ്ടോ, പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രസിദ്ധമായ കേസ് CBI അന്വേഷിച്ചൊരു കേസാണ്. 1974 മസൂലിപട്ടണം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു ദേശത്ത് ഒറ്റയ്ക്ക് താമസിച്ച ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. പക്ഷെ ഡെഡ് ബോഡി കിട്ടിയിട്ടില്ല. അങ്ങനെ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു തുമ്പില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ SI വന്ന് അവിടെ ജോയിൻ ചെയ്യാനായിട്ട്. പക്ഷേ പഴയ SI വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ല. തൽക്കാലം ഇവരുടെ ജീവിക്കണം. അപ്പോൾ പോലീസുകാർ പറഞ്ഞു സാറിന് ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചു. പോലീസ് ഇൻസ്പെക്ടർ ചോദിച്ചാൽ അതെന്താ? അല്ല, ഇവിടെ നമ്മുടെ കസ്റ്റഡി ഒരു വീടുണ്ട്, ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ട വീടാണ്, അവകാശങ്ങളില്ലാത്തതുകൊണ്ട് വീട് പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ പഴയ SI സ്ഥലം വിടുന്ന ആ വീട് ഒഴിയുന്ന വരെ നമുക്ക് ഇവിടെ താമസിക്കാൻ അങ്ങോട്ട് മാറിയാൽ പോരെയെന്ന് വെച്ചു. പിള്ളേരോ ശരി താമസിക്കാം, എനിക്കങ്ങനെ പേടിയെന്നുള്ളത്. അങ്ങനെ SI അവിടെ പോയി താമസിച്ച് രാത്രി ഒരു 11 മണിയായപ്പം ഒരു സാരി ഉടുത്തൊരു സ്ത്രീ മുറിക്കകത്തേക്കുന്നു. അപ്പോൾ കഥ ഞാനും അടച്ചൊരു മുറിക്കകത്ത് എങ്ങനെ ഈ സ്ത്രീ വന്നു? അപ്പോൾ SI ചോദിച്ചു നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ ജീവനുള്ള സ്ത്രീ അല്ല, ഞാൻ കൊല്ലപ്പെട്ട സ്ത്രീയാണ്, ഈ വീട്ടിൽ കൊല്ലപ്പെട്ട സ്ത്രീയാണ്. എൻ്റെ അമ്മ ഒരു വിധവയായിരുന്നു, അച്ഛൻ മരിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കാമുകനായിട്ട് വന്നു, എന്നെ കെട്ടാൻ പറഞ്ഞു. അപ്പോൾ അവൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അമ്മ അങ്ങ് മരിച്ചുപോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നീ എൻ്റെ സ്വർണ്ണം ഒന്ന് ഊരി തരാൻ പറഞ്ഞു. അവൾ പറഞ്ഞു അത് പറ്റത്തില്ല, കല്യാണം കഴിഞ്ഞ് വേണമെങ്കിൽ ഞാൻ ചിന്തിക്കാം, അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ബലം പ്രയോഗിച്ച് എന്നെ കൊന്നു. അടുക്കളയുടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ബോഡി അവിടെ കുഴിച്ചിട്ടുണ്ട്, എൻ്റെ സ്വർണ്ണം മുഴുവൻ കൊണ്ടുപോയിട്ടില്ല, കുറച്ച് ആ കിണറിനപ്പുറത്ത് കുഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇവൻ ലവ് ലെറ്റർ അയച്ച കാലത്ത് എനിക്ക് അവൻ്റെ അഡ്രസ്സ് അറിയാം, ഡൽഹിയിലാണെന്ന്. അപ്പം അങ്ങനെ ഡൽഹിയിൽ ഇവർ പോയി അവനെ അറസ്റ്റ് ചെയ്തു. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതൊന്നും കേസ് ഡയറി എഴുതാൻ പറ്റത്തില്ല, ആത്മാവെന്ന് പറഞ്ഞു, അതനുസരിച്ച് കേസ് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ജഡ്ജിയോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ഇത് എവിഡൻസ് ആയിട്ട് പെടുത്താൻ പറ്റത്തില്ല, തെളിവ് കൊണ്ടുവരണമെങ്കിൽ അതൊരു 127 റിക്കവറി ഉണ്ടല്ലേ പറ്റുമോ, അപ്പോൾ അങ്ങ് വരണം ഈ അസ്ഥിഭഞ്ജനം കണ്ടെത്താനും ഈ സ്വർണം കണ്ടെത്താനും. അങ്ങനെ ജഡ്ജി സ്ഥലത്ത് വന്നു. അടുക്കള കുഴിച്ച് നോക്കിയപ്പോൾ ഡെഡ് ബോഡി കിട്ടി, കഴുത്തിലിങ്ങനെ കയറിട്ട് മുറുക്കി കൊന്നിരിക്കുകയാണ്. മറ്റടുത്ത് കുഴിച്ചപ്പോൾ സ്വർണം കിട്ടി. കേസ് അന്വേഷിച്ചു, കേസ് തെളിഞ്ഞ ആൾ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ CBI ഈ കേസ് നടത്തിയതുകൊണ്ട് CBI എന്ത് ചെയ്തു, ഈ കേസ് മുഴുവൻ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത ശേഷം
CBI അതിൻ്റെ ബുള്ളറ്റിനെ പബ്ലിഷ് ചെയ്തു. അപ്പം ഞാൻ ഈ ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യുന്ന കോപ്പി എടുത്ത് പലരും ഈ ആത്മാവ് വരും, ആത്മാവ് സംസാരിക്കും എന്നുള്ളത് വിശ്വസിക്കാത്തവർക്ക് ഇത് അയച്ചു കൊടുക്കും. CBIയുടെ ബുള്ളറ്റിനുള്ളതാണ്. ഏറ്റവും പ്രീമിയർ ഏജൻസിയായ CBI അന്വേഷിച്ച കേസിൻ്റെ ബുള്ളറ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? ദേ ബിലീവ് ഇറ്റ്. അപ്പോൾ പലർക്കും ഈ ആത്മാവിനെ പറ്റിയുള്ള വിശ്വാസം ഇല്ലാത്ത മനുഷ്യർക്ക് ആത്മാവിൻ്റെ പറ്റിയുള്ള വിശ്വാസം വരും ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ കേസ് അന്വേഷിക്കും. അപ്പം മനുഷ്യൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കണ്ണുകൊണ്ട് കണ്ടെങ്കിലേ ഞാൻ വിശ്വസിക്കൂ, ഞാൻ ചെവി കൊണ്ട് കേട്ടെങ്കിലേ വിശ്വസിക്കൂ, അല്ലാത്തല്ല അന്ധവിശ്വാസം എന്ന് പറയും. അപ്പം ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയും എൻ്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്താണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ജനം പറയും ഈ DGP അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ പറയും. ഒരുപാട് പേര് ചോദിച്ചായിരുന്നല്ലോ, നമ്മൾ പല കഥകൾ പറഞ്ഞപ്പോൾ ബാക്കിലെ വീഡിയോസ് കണ്ടപ്പോൾ പലരും ചോദിച്ചു, സാർ ഇങ്ങനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കും. IPS കാരനല്ലേ? അപ്പം ഞാൻ പറയും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഞാൻ പറയുന്നത്, എൻ്റെ ചെവി കൊണ്ട് കേട്ടല്ലേ പറയുന്നത്. അവിടെ ഇവിടെ അന്ധവിശ്വാസം. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നിങ്ങൾ പറയും, ഞാനും പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത് ഇലക്ട്രോൺ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹൈഡ്രജൻ ആറ്റം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഹൈഡ്രജൻ ആറ്റം ഓക്സിജനായിട്ട് ചേർന്ന് വെള്ളം ഉണ്ടാവും, നമ്മൾ കുടിക്കുക എന്ന് നമ്മൾ പറയാൻ കാണാത്തൊരു സാധനം. മരിയാന ട്രെഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് നമ്മൾ പറയും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു ക്യാമറ അണ്ടർഗ്രൗണ്ടിൽ പോയി ഫോട്ടോ എടുത്തിട്ടില്ല. 5.5 കിലോമീറ്റർ ആഴത്തിലൊരു കുഴിയുണ്ടെന്ന് പറഞ്ഞാൽ ഹൂ വിൽ ബിലീവ് ഇറ്റ്? നോട്ട് വിൽ ബിലീവ് ഇറ്റ്. അപ്പോൾ നമ്മൾ കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുകയാണ്, അത് സൃഷ്ടിക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിരീശ്വര പറയും ഈശ്വരനൊന്നുമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തോട്ട് മനുഷ്യൻ ഇതുവരെ പോയിട്ടില്ല. ഒരു മനുഷ്യൻ ഇതുവരെ വ്യാഴവും അതിനപ്പുറത്തോട്ടും പോയിട്ടില്ല. അപ്പോൾ ഈ 50,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്ന് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നത് കാണാതെയാണ്, അനുമാനത്തിൻ്റെ പുറത്താണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ശാസ്ത്രീയമാണെന്ന് പറയുകയും മറ്റൊരാൾ പറയുമ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ പ്രപഞ്ചം ഇത്രയും വിശാലമായ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ലക്ഷക്കണക്കിന് സ്പീഷീസ് ഓഫ് ആനിമൽസ്, നമ്മുടെ ഒരു ശരീരത്തിലൊരു ലിവർ ഓരോ ഹാർട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തൊരു കോംപ്ലിക്കേറ്റഡ് മെറ്റീരിയലാണ്. അപ്പോൾ അത് ചുമ്മാ അതങ്ങ് ഉണ്ടായി സ്വയം പോകാമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അതൊരു ഈശ്വരനാണ്. ആ ഈശ്വരനെ ഫസ്റ്റ് കോസ് എന്നോ യൂണിവേഴ്സൽ എനർജി എന്നോ ഈശ്വരനെന്നോ അള്ളാഹു എന്നോ ക്രിസ്തു എന്നോ എന്ത് വേണേൽ വിളിച്ചോ. പക്ഷേ ദർ ഈസ് എ റൂട്ട് കോസ് ബിഹൈൻഡ് ദ ഹോൾ തിങ്. അത് 2 കണ്ണ് ഒരു മൂക്കുള്ള ദൈവമാണോ നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ബി യൂണിവേഴ്സൽ എനർജി, ഇറ്റ് ക്യാൻ ബി സംതിങ് വിച്ച് ക്യാൻ കോസ് അനദർ തിങ്. ഫസ്റ്റ് കോസ് എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് വിശ്വസിക്കുന്ന ആളിനെ നിരീശ്വര വിശ്വാസി പറയും അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കഷ്ടിച്ചൊരു 10% ലോകത്തിൽ കാണാൻ പറ്റും. 80% യൂണിവേഴ്സ് ഈസ് ഡാർക്ക് യൂണിവേഴ്സ്, അവിടെ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇത്ര കാണാൻ പറ്റുള്ളൂ. 90% ഓഫ് ദ വേൾഡ് വി കനോട്ട് സീ. നമ്മുടെ ചെവി കൊണ്ട് 20 ഡെസിബിൾ തൊട്ട് 20,000 ഡെസിബിൾ വരെ കേൾക്കാൻ പറ്റും. പ്രപഞ്ചത്തിലെ ആകെ ശബ്ദത്തിൻ്റെ 10% കേൾക്കാൻ പറ്റുള്ളൂ. നമുക്കാകെ പഞ്ചേന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 10 സെൻസസാണ് ഈ ഭൂമിയിലുള്ളത്. നമുക്കതിൽ 5 സെൻസേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ഈ ലോകത്തെ പഠിക്കുമ്പോൾ അത് പഠിക്കാൻ നമുക്കുള്ള തലച്ചോറിന് 950 ഗ്രാം ഉണ്ട് സെറിബ്രം. ടോട്ടൽ ബ്രെയിൻ 1350 ആണ്. സെർബെല്ലും ബെഡിലും ഒബ്ലോങ്കറ്റയും 200 വെച്ചങ്ങ് പോകും. ഈ 950 ഗ്രാം ഉള്ളതിനകത്ത് ഒരു 650 ഗ്രാമേ ഉള്ളൂ കോഗ്നിഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഭാഗം. അപ്പോൾ 650 ഗ്രാം കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നത് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് പറഞ്ഞാൽ അവനൊരു വിഡ്ഢി കൂശ്മാണ്ടാണ്. പഞ്ചേന്ദ്രിയം കൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന 650 ഗ്രാം കൊണ്ട് അവന് ഗ്രസിക്കാൻ പറ്റുന്ന സാധനം ഈസ് ഹാർഡ്ലി 10%. അതുകൊണ്ട് എൻ്റെ 10% ഞാൻ മനസ്സിലാക്കി മാത്രമേ ഭൂമിയിലുണ്ട്. ബാക്കി 90% ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തിയില്ലാത്ത വാദമാണ്. അതിന് യുക്തിവാദമൊന്നും വിളിക്കാൻ പറ്റത്തില്ല, യുക്തിയില്ലാത്ത വാദമാണ്. മനസ്സിലാകുന്നു. അപ്പോൾ എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട്, അതിനെ വിമർശിക്കാം. പക്ഷെ അത് മതത്തിൻ്റെ ഭാഗമല്ല. മനുഷ്യർ വിശ്വാസികൾ ജീവിച്ചു വന്നപ്പോൾ ഉണ്ടാക്കിയ ഓരോ ആചാരങ്ങളാണ്, ഓരോ സിസ്റ്റമാണ്. അപ്പോൾ അതിന് വ്യാഖ്യാനങ്ങളുണ്ടാവാം, വ്യത്യാസങ്ങളുണ്ടാവാം. ഓക്കെ, അവിടെയാണ് എൻ്റെ സ്റ്റാൻഡ്.